ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല ടേസ്റ്റിലൊരു ചിക്കൻ നൂഡിൽസാണ്. ഇതിനു വേണ്ടി ഒരു 400 ഗ്രാം ബോൺലെസ് ചിക്കന് കുറച്ച് നീളത്തിലുള്ള ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ സോയാ സോസ്, 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പാകത്തിന് ഉപ്പ്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. നമ്മൾ ചിക്കൻ മാറ്റി വെച്ചിട്ടിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം. ഇതിപ്പോൾ പാകത്തിന് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നൂഡിൽസ് വേവാനായിട്ടുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം. കുറച്ചധികം വെള്ളത്തിൽ വേണം നൂഡിൽസ് വേവിച്ചെടുക്കാൻ, അതല്ലെങ്കിൽ നൂഡിൽസിനൊരു ഒട്ടലുണ്ടാവും. 2 ലിറ്റർ വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നൂഡിൽസിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ച് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. 250 ഗ്രാം നൂഡിൽസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 5 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് വരും. ഒരു 3/4 വേവാകുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. ഇനി ഇത് ഊറ്റി ഒരു അരിപ്പക്കൊട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. മുകളിലൂടെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് വെള്ളം ഒന്ന് വാർന്നു കഴിഞ്ഞാൽ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, 1 ടീസ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി കുറച്ച് വലിയൊരു ചട്ടി നല്ലപോലെ ചൂടാക്കിയെടുത്ത് 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഓയിലൊന്ന് പുകഞ്ഞ് വരുമ്പോൾ 5-6 വെളുത്തുള്ളി അരിഞ്ഞതും 1 സവാള നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് ഒന്ന് ഇളക്കി 1 ക്യാരറ്റ് നീളത്തിൽ കനം കുറഞ്ഞരിഞ്ഞതും, അതുപോലെ തന്നെ 1 ക്യാപ്സിക്കം, 3/4 കപ്പ് കാബേജ്, കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര. ഇനി ഇത് 1 മിനിറ്റ് ഒന്ന് വഴറ്റാം. തീ കുറച്ച് വെക്കരുത്. ഒന്ന് പുകഞ്ഞ് ഹൈ ഫ്ലെയിമിൽ തന്നെ വേവുമ്പോഴാണ് നൂഡിൽസിന് ശരിയായ ടേസ്റ്റ് കിട്ടുന്നത്. അതുപോലെ പച്ചക്കറികളൊന്നും കൂടുതൽ വെന്ത് കുഴഞ്ഞു പോകരുത്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച സോസ് ഒഴിച്ച് കൊടുക്കാം. ഇനി നൂഡിൽസ് ഇട്ട് കൊടുക്കാം. കുറച്ച് സ്പ്രിംഗ് ഓനിയൻ നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ നല്ല പോലെ ഇളക്കി ചേർത്ത് തീ ഓഫ് ചെയ്യാം. നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡിയായി. മുകളിൽ കുറച്ച് സ്പ്രിംഗ് ഓനിയനും കൂടി വിതറി കൊടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.